എവരിബഡി, ഞാൻ റിസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പനീർ പാലക്. പാലക് എന്ന് പറയുന്നത് സ്പിനിച്ച്. സ്പിനിച്ചിന് എൻ്റെ അറിവിൽ 17 പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഞാൻ പറയാം. ഇതിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നു. ബി ഗ്രൂപ്പ് വിറ്റാമിൻസ് ഉണ്ട്, ലോട്ട് ഓഫ് അയൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്. അതുകൊണ്ട് ഇലക്കറികളിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. പനീറിൻ്റെ ഗുണം എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കുമല്ലോ. ഇതിൽ ലോട്ട് ഓഫ് പ്രോട്ടീനുണ്ട്, കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. പനീർ പാലകിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 160 ഗ്രാം പാലക്. അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് ശരിക്കും 2-3 പ്രാവശ്യം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് ഒരു കുറച്ച് മല്ലിയില. ഇതിൻ്റെ ഉപയോഗം ഞാൻ പിന്നെ പറയാം. അപ്പം ഇത് ആദ്യമായിട്ട് ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിരുന്നു. ഈ പാലക്ക് ഞാൻ ഒരു 3 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ പോകുന്നു. അപ്പം നമുക്ക് ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പം 3 മിനിറ്റായി. ഞാൻ ഈ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. തുറന്നു. ഇത് നമ്മൾ ഈ പ്ലേറ്റിലേക്ക് എടുക്കുന്നു. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കാം. ഇത് ഞാൻ ഒരു പിടി മല്ലിയില വെച്ചിരിക്കുന്നു. ഇത് ഈ പാലക്കിൻ്റെ കൂടെ നമുക്ക് അരയ്ക്കാനായിട്ടാണ്. ഇനി ഇതിന് ഗ്രേവിക്കുള്ള ചേരുവകൾ: ഒരു വലിയ സവോള ക്രഷ് ചെയ്തത്, ഒരു തക്കാളി ക്രഷ് ചെയ്തത്, 2 ടീസ്പൂൺ ഗീ, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 160 ഗ്രാം പനീർ. ഒരു പാക്കറ്റ്, അതായത് 1 ലിറ്റർ പാല് തിളപ്പിച്ച് പനീർ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് 160 ഗ്രാം കിട്ടി. അതുകൊണ്ട് ഞാൻ 160 ഗ്രാം പനീറും 160 ഗ്രാം പാലക്കും എടുത്തിരിക്കുന്നു. പക്ഷേ ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ. യു ഹാവ് ടു ടേക്ക് ഓൺലി 160 ഗ്രാം ഓഫ് പാലക്. പാലക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാം. ഈ 2 ടീസ്പൂൺ ഗീ ഞാൻ ഇങ്ങോട്ട് ഒഴിക്കുന്നു. ഗീക്ക് പകരം നിങ്ങൾക്ക് എണ്ണ വേണേലും ഉപയോഗിക്കാം. ഇനി ഇതൊന്ന് ചൂടാകട്ടെ. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പാലക്ക് തിളച്ച വെള്ളത്തിൽ 2-3 മിനിറ്റ് വേവിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് സ്റ്റീം ചെയ്തതെന്ന്. അതായത് ഈ പാലക്കിൽ വിറ്റാമിൻ സിയും ബി ഗ്രൂപ്പ് വിറ്റാമിൻസും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വിറ്റാമിൻസ് വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻസ് ആണ്. അത് നമ്മൾ 1 മിനിറ്റ് ഇട്ടാലും 2 മിനിറ്റ് ഇട്ടാലും കുറേ വിറ്റാമിൻസ് അപ്പം നമുക്ക് നഷ്ടപ്പെടും. സ്റ്റീം ചെയ്യുമ്പം അതിൻ്റെ വളരെ ഒരു നേരിയ എമൗണ്ട് മാത്രമേ നമുക്ക് നഷ്ടപ്പെടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റീം ചെയ്തത്. എണ്ണ ചൂടായി. നമുക്ക് ഈ സവാള ഇതിലേക്ക് ഇട്ടു. ഞാൻ ചേരുവകൾ കാണിച്ചപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ക്രീമും കാണിക്കാൻ മറന്നു പോയിരുന്നു. കാരണം ഇത് രണ്ടും എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലായിരുന്നു. ഇപ്പം ഞാനത് വെളിയിലെടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇനി എണ്ണ വരുന്നത് വരെ നമുക്ക്, എണ്ണ സെപ്പറേറ്റ് ആകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു, പക്ഷേ ആയിട്ടില്ല. ഒരു സ്വല്പം നേരം കൂടെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. സവാള നമ്മൾ ക്രഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇച്ചിരി വേകാൻ ഉണ്ട്. ഇതായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി സിമ്മിൽ വെച്ചിട്ട്, ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നു. ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച തക്കാളി ഇടുന്നു. തക്കാളി നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ളൂ, ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടില്ല. നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഞാനൊരു 4 മിനിറ്റ് മിക്സ് ചെയ്തു. തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 75 ml വെള്ളം ഒഴിക്കുന്നു. ഇത് നമ്മുടെ ഹോം മെയ്ഡ് പനീറാണ്. ഇത് നല്ലപോലെ തിളച്ചു. ഞാനിത് ഇതിലേക്കിടുന്നു. ഇതൊരു 3 മിനിറ്റ്സ് സിമ്മിലിരുന്ന് വേകട്ടെ. ഇതായിട്ടുണ്ട്.
ഇതിലേക്ക് നമ്മൾ ഈ പാലക്കും ധനിയാപ്പത്ത അതായത് മല്ലിയിലയും കൂടെ അരച്ച് വെച്ചത് ആഡ് ചെയ്യുന്നു. പതുക്കെ ഇളക്കുന്നു. ഇനി നമ്മളിത് ഒരിക്കലും ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്. സിമ്മിൽ വെച്ച് മാത്രമേ നമ്മളിത് വേവിച്ചെടുക്കാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിറ്റാമിൻ സിയും ബി ഗ്രൂപ്പ് വിറ്റാമിൻസും നമുക്ക് നഷ്ടമാകും. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിച്ചാലും ഇത് നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് എല്ലാ പച്ചക്കറികളും പറ്റുമെങ്കിൽ നിങ്ങൾ സ്റ്റീം ചെയ്ത് തന്നെ വേവിക്കണം. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, വെള്ളം ഒരു തുള്ളി പോലും ഒഴിക്കാതെ നമുക്ക് പച്ചക്കറികൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി സിമ്മിൽ ഒരു അനദർ 2 to 3 മിനിറ്റ്സ് ഇരുന്നാൽ മതി. 3 മിനിറ്റായി. നമ്മൾ ഇതിലേക്ക് കുറച്ച് ക്രീം ഇടുന്നു. ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാനൊരു സ്വല്പം ക്രീമും കൂടെ ഒഴിക്കുന്നു. അപ്പോൾ നമ്മുടെ പാലക് പനീർ ഈസ് റെഡി. ഈ വെജിറ്റബിൾസിലുള്ള വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻസ് എന്തെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വിറ്റാമിൻസ് നമ്മൾ എത്ര കൂടുതൽ കഴിച്ചാലും അത് ശരീരത്തിന് ആവശ്യമുള്ളത് അബ്സോർബ് ചെയ്തിട്ട് ബാക്കി നമ്മൾ യൂറിനിൽ കൂടെ അങ്ങ് പാസ് ചെയ്യും. പക്ഷേ ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻസ്, അതായത് വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ കെ ആൻഡ് വിറ്റാമിൻ ഇ, ഈ വിറ്റാമിൻസ് കൂടുതൽ കഴിച്ചാൽ അത് നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്യും. പക്ഷേ ഒത്തിരി കൂടുതൽ കഴിക്കുന്നതും ശരീരത്തിന് നല്ലതല്ല, ടോക്സിസിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താമസിയാതെ നമുക്ക് വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം. ടിൽ ദെൻ, ബൈ ബൈ.